ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. UGC നെറ്റ് എക്സാമിനേഷൻ ജനുവരിയിൽ എല്ലാവരും എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് കുറേ പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു വീഡിയോ, പബ്ലിക് വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വീഡിയോ ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരോടും പറയാനുള്ളത്, എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച്, ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ആരും ഇരിക്കരുത്. നിർബന്ധമായിട്ടും എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. കാരണം ഓരോ വർഷവും എക്സാമിനേഷൻ ടഫായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും, ടഫ്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എക്സാമിനേഷൻ്റെ കോമ്പറ്റീഷൻ ലെവലും കൂടിക്കൊണ്ടേയിരിക്കും. ടഫ്നെസ് കൂടിക്കൊണ്ടിരിക്കും എന്നതിൻ്റെ അർത്ഥം കോമ്പറ്റീഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കിട്ടുന്നു, കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, കൂടുതൽ ആളുകൾ PG കഴിഞ്ഞ് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരുപാട് പേര്, തൊഴിലില്ലായ്മ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷൻ ലെവൽ ഓരോ സമയത്തും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്ന് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയുള്ള സമയം വളരെ കുറച്ചാണെങ്കിലും ഉള്ള സമയം മാക്സിമം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, JRFലേക്ക് എത്തിപ്പിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ടൈം ആൻഡ് വർക്കിന്റെ കുറച്ച് കൺസെപ്റ്റ് മാത്രം പറഞ്ഞുതരാം. അതായത് ടൈം ആൻഡ് വർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അത് രണ്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ മനസ്സിലാവും. അത് പ്രകാരം തന്നെ നിങ്ങൾക്ക് പോയാൽ തന്നെ മറ്റേത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വർക്കിനകത്തേക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്തിക്കാനും അതുവഴി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ടൈം ആൻഡ് വർക്കിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇടുന്നത്. ഒന്ന്, ഇതിനു മുമ്പ് ഇടയ്ക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ടൈം ആൻഡ് വർക്കിലെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് നേരത്തെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിനകത്തുണ്ട്, നിങ്ങൾക്കത് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ വെറൈറ്റീസ് ഒരുപാട് ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാത്തമാറ്റിക്സിനും ഒക്കെ നിങ്ങൾക്ക് സമയം വളരെ കുറച്ച് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേപ്പർ 2 എഴുതാൻ മാക്സിമം, പേപ്പർ 2 മറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വളരെ കൃത്യമായിട്ട്, വളരെ ചിന്തിച്ച്, വളരെ ആലോചിച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തേക്ക് നിങ്ങൾ എക്സാമിനേഷൻ ടെൻഷൻ ഇല്ലാതെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ട്രിക്സ് പഠിച്ച് തന്നെ പോകണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാവർക്കും നല്ല ശുഭപ്രതീക്ഷകൾ തന്നെ ഈ എക്സാമിലേക്ക് നൽകുകയാണ്. ബെസ്റ്റ് വിഷസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 6 men and 8 women can complete a work in 10 days. Then 15 men and 20 women can complete the same work in how many days? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, 6 men and 8 women can complete a work in 10 days. ശ്രദ്ധിക്കുക, 15 men and 20 women can complete the same work in how many days? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനിത് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് 2 മെത്തേഡ് ഉണ്ട്. അതായത് ഒന്നുകൂടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ്, അതായത് XY ഒക്കെ വെച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, രണ്ടും ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം 6 men ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കുള്ളത് 8 women ആണ്. നമുക്കുള്ളത് 10 days ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇത് 15 women ആവുകയും 8 women ഉള്ളത് 20 women ആവുകയും ചെയ്താൽ എത്ര ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് ഇത് ശരിക്കും ഒരു റേഷ്യോ പ്രൊപ്പോർഷനകത്ത് വരുന്നതാണ് ഈ ടൈം ആൻഡ് വർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. എങ്ങനെയാണെന്നാലും സിലബസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇവിടെ 6, 15 അല്ലേ, 6, 15 ഉള്ളത് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഡിവിസിബിലിറ്റി റൂളൊക്കെ പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ 6 മെന്നും 6, 15 ആയിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നോക്കി, 3 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ആയിട്ട് കിട്ടും. 15 നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 5 ആയിട്ട് കിട്ടും. 2 and 5 ആക്കി എടുക്കാം, അല്ലേ? ഇവിടെ 8 20 അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം 4 കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2, ഇവിടെ 5 കിട്ടും, അല്ലേ? രണ്ടും 2:5 ആണ്, 2:5 ആണ്. രണ്ടും ഒരുപോലെ വന്നിട്ടുള്ളത്, അല്ലേ? അപ്പൊ 2:5 ആണ് അവരുടെ വർക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഡേയ്സ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക, 5:2 ആയിരിക്കും വരിക. എന്നാൽ അതിനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ 10 days നമുക്ക് 5 ആക്കണം. 5 ആക്കണമെങ്കിൽ എത്രയാണ് 5 ആവുക? 2 into 5 ആയിരിക്കും 10, അല്ലേ? 5 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 into 2 അല്ലേ 10, അല്ലേ? ഇവിടെ നമുക്ക് 2 കിട്ടണം. മുകളിൽ നമ്മൾ 2 അല്ലേ ഇൻറ്റു ചെയ്തത്, അപ്പൊ ഇവിടെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 into 2 എത്ര ആയിരിക്കും? 4 ആയിരിക്കും. എങ്ങനെ ഞാൻ ഇവിടെ 2 into 2 എടുത്തത് അറിയാലോ? ഇവിടെ 2:5 ആണ്, ഇവിടെയും 2:5 ആണ്. അപ്പൊ നമുക്ക് ഡേയ്സ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം, 5:2 ആയിട്ട് വരണം. അതിനാണ് ഞാൻ ആദ്യം ഇവിടെ 5 ഉപയോഗിച്ചത്, അല്ലേ? 10നെ 5നെ ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുകൊണ്ട് 2 into 5 ആക്കി. ഓക്കെ, 10നെ ഞാൻ 2 into 5 ആക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ 5:2 അല്ലേ, ഇവിടെ 2:5 ആണ്, ഇവിടെ 5:2. അപ്പോൾ ഓൾറെഡി ഒരു 2 ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 10നെ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് 2 ആണ് എക്സ്ട്രാ ആയിട്ട് ഉപയോഗിച്ചത്. ആ 2 നമ്മൾ ഇവിടെ ഉപയോഗിക്കണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ 2 into 4 ഇങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു പക്ഷേ ഇങ്ങനെ
നമ്മളെന്താ പറയുക റേഷ്യോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ 2:5 ആയിട്ട് അവിടെയും 2:5 ആവേണ്ടി എന്ന് വിചാരിച്ചിട്ട് തെറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നോർമലി ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടോട്ട് മനസ്സിലാകാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തഡ് ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഇതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തഡ് ഉപയോഗിച്ചാൽ മതി. ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തഡ് ഉപയോഗിച്ചാൽ അധിക സമയമൊന്നും പോകില്ല, എന്നാൽ പോലും കുറച്ച് സമയം പോകും. ഈ ട്രിക്കി ആയിട്ടുള്ള വേ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ, അത് അറിയുന്ന ആളുകൾ ട്രിക്കി ആയിട്ടുള്ള വേ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ മതി, വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. അപ്പോൾ ഇതിന്റെ മറ്റൊരു മെത്തേഡ് നമുക്ക് പറയാം. നമുക്കിവിടെ ഉള്ളത് 6 men ആണ്, അതുപോലെ തന്നെ 8 women ആണ് അല്ലേ. 10 days ആണുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പറയുന്ന ആ ഒരു ടേംസിൽ നമുക്ക് പറയുന്നത് 15 men അതുപോലെ 20 women ആണ്. എത്ര ഡേയ്സ് ആണ് കാണേണ്ടതാണ് അല്ലേ. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 6 men 8 women 10 days പണിയെടുത്തു പറഞ്ഞാൽ എന്താ, 10 ദിവസം രണ്ടുപേരും പണിയെടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെ എഫിഷ്യൻസി 10 ദിവസം നടന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 6 men 10 ദിവസം പണിയെടുത്തിട്ടുണ്ട്, 6x10 പ്ലസ് 8 women 10 ദിവസം പണിയെടുത്തിട്ടുണ്ട് അല്ലെ, 8x10. അതാണ് ഇനി ആര് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ലോജിക് ശ്രദ്ധിക്കുക. അതാണ് ആര് ചെയ്യാൻ പോകുന്നത്, പുതിയ ടീം ചെയ്യാൻ പോകുന്നത് അല്ലെ. 15 men അത് ചെയ്യാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ 20 women അത് ചെയ്യാൻ പോകുന്നുണ്ട്. അവരെത്ര ദിവസം ചെയ്യാൻ പോകുന്നുണ്ട് അത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 15x + 20x എന്ന് എഴുതുന്നു. ഇക്വേഷൻ കറക്റ്റ് അല്ലേ. ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഇക്വേഷൻ വന്നു ഞാൻ പറഞ്ഞല്ലോ. ആ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ എന്തിനും ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. ഓക്കെ, ഇനി ഇവിടെ 6 × 10 പറഞ്ഞാൽ 60 ആണ്, 8 × 10 പറഞ്ഞാൽ 80 ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ എഴുതുന്നുള്ളൂ. ഓക്കെ, 15x + 20x പറഞ്ഞാൽ എത്രയാണ്, 35x ആണ് അല്ലെ. 35x ആണ്. ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ. ഈ 60 + 80 എത്രയാണ്, 60ഉം 80ഉം കൂട്ടി എത്ര കിട്ടും, 140. അപ്പൊ 140 = 35x എന്ന് കിട്ടും. ക്ലിയർ ആണോ, 140 = 35x കിട്ടും. അപ്പൊ x = എന്തായിരിക്കും, 35 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അവിടെ ഇന്ത്യ ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ആയിരിക്കും. അതൊക്കെ പണ്ട് മുതലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ x = 140 / 35 = 4. അപ്പൊ നേരത്തെ നമുക്ക് 4 കിട്ടി, ഇപ്പോഴും 4 കിട്ടി, ഇത്ര ഉള്ള സംഭവം. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രഡീഷണൽ വേ. അല്ലാത്ത വേ ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി. 6 ഇവിടെ കട്ട് ചെയ്യുന്നു, 15 കട്ട് ചെയ്യുന്നു, നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റുന്നു. അപ്പൊ 2:5 ആക്കി മാറ്റുന്നു. ഇവിടെയും നമുക്ക് 8 20 നമുക്ക് 2:5 ആക്കാൻ പറ്റുന്നു. അപ്പൊ പിന്നെ അതിന്റെ ഡേയ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, റെസിപ്രോക്കൽ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. എന്നാൽ 5:2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 10നെ 5 ആക്കണമെങ്കിൽ 10നെ 5 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 2 × 5 ആണ് 10 ആവുക. അപ്പൊ ഞാൻ ഇവിടെ അതുപോലെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ എന്താണ് ആക്ച്വലി ഉള്ളത്, 5:2 ആണ്, 2 തന്നെ ഉള്ളത്. അപ്പൊ 2 ഇവിടെ 4 ഉണ്ടാവുക, 4 ഡേയ്സ്. അപ്പൊ അങ്ങനെയും കാണാം ഈ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. 2 മെത്തേഡ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ 4 കിട്ടുക. മനസ്സിലായല്ലോ. ഇനി മനസ്സിലായില്ലേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ആവർത്തിച്ചത് കാണാൻ പറ്റും. നമ്മൾ ആ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്നതോട് ബുദ്ധിമുട്ടില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ ആൻസർ ഞാൻ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങളുടേതായ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ റിസ്ക് എടുത്ത് നിങ്ങൾ വീഡിയോ കാണുന്നില്ല, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യനാണ് പ്രധാനമായിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിക്ചർ മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഫോർ എനിബഡി. ഓക്കെ, അപ്പോൾ നോക്ക്. എ ക്യാൻ ലേ റെയിൽവേ ട്രാക്ക് ബിറ്റ്വീൻ 2 given stations in 16 days and B can do the same job in 12 days. ഇവിടെ എന്താ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കലാണ് വർക്ക് എന്ന് വിചാരിച്ചു. എല്ലായിടത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പലതും പല വർക്കായിരിക്കും. അത് ക്വസ്റ്റ്യന്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് അവർ പലതും കൊടുക്കും. ഇനി അതൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഒരു വർക്ക്, ജസ്റ്റ് എക്സറോ എന്തൊരു വർക്ക് ജസ്റ്റ് കൊടുത്തു സങ്കല്പിച്ചു. അപ്പൊ 16 days ആണ് എക്ക് കിട്ടുന്നത് അല്ലേ. എ 16 daysലാണ് ആ സംഭവം എ ഒറ്റക്ക് ഫുള്ളാക്കുക. ബി ക്യാൻ ഡു ദ സെയിം ജോബ് 12 days ഉണ്ട് അല്ലേ. ബിയും കൂടെ കൂടി ചേർന്നിട്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്, 12 ദിവസം കൊണ്ടാണ്. സിയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും കൂടെ 4 ദിവസം കൊണ്ട് തീർക്കാം. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ സിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാന്ന ചോദ്യം. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കണം, എക്ക് ഒറ്റയ്ക്കാണെങ്കിൽ 16, ബിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ 12 ദിവസം, എയും ബിയും സി ഒരുമിച്ചാണെങ്കിൽ 4 ദിവസം. ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, എക്ക് ഒറ്റയ്ക്കാണെങ്കിൽ 16 ദിവസം, എയും ബിയും കൂടെ കൂടി ചേരുമ്പോൾ 12 ദിവസം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, എക്ക് ഒറ്റയ്ക്ക് 16 ദിവസം, ബിക്ക് ഒറ്റയ്ക്ക് 12 ദിവസം, എ ബി സി ഒരുമിച്ച് 3 പേര് ഒരുമിച്ചാണെങ്കിൽ 4 ദിവസം. ഇതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ എന്തായാലും 2 മെത്തേഡ് ഉപയോഗിച്ചു തരാം. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ
അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് ബി ഗോ ഇൻ ടു ദ 2 മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവരുടെ എഫിഷ്യൻസി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 16 ദിവസമാണ് ഒരാൾ ഫിൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ എഫിഷ്യൻസി എത്രയാണ്? 1/16 ആണ് അല്ലേ? 16 ദിവസം എന്ന് പറയുമ്പോൾ അയാളുടെ എഫിഷ്യൻസി എത്രയാണ്? 1/16. അപ്പോൾ എയുടെ എഫിഷ്യൻസി 1/16. ഞാൻ ആദ്യം കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്, പിന്നെ ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് പറയുന്നത്. ദെൻ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? 12 ദിവസം കൊണ്ടാണ്. അതുകൊണ്ട് ബിയുടെ എഫിഷ്യൻസി 1/12 ആണ് അല്ലേ? ഒരു ദിവസത്തെ എഫിഷ്യൻസി ആണ് 1/12 ആണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി ആണ് എത്രയാണ്? 1/12 ആണ്. ഇവർ 3 പേരുടെയും കൂടുതലുള്ള എഫിഷ്യൻസി ആണ് എത്രയാണ്? എ ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ആണ് എത്രയാണ്? 1/4 ആണ്. നമുക്ക് കാണേണ്ട എത്ര ഉള്ളൂ? 1/14 അല്ല, സോറി 1/4 ആണ്. നമുക്ക് കണ്ട എന്തേ ഉള്ളൂ? സിയുടെ എഫിഷ്യൻസി എത്രയാണല്ലോ. അപ്പോൾ ഈസി ആണ്. എന്ത് ചെയ്താൽ മതി? 1/4 അല്ലേ എല്ലായിടത്തും പാടെ കൂട്ടിയിട്ടുള്ളത്. അതൊന്നും എന്ത് ചെയ്യുക? മറ്റേത് രണ്ടും മൈനസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 1/16 പ്ലസ് 1/12 മൈനസ് ചെയ്യുക. എങ്ങനെ ചെയ്യും? ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലേ? 1 × 12 പ്ലസ് 16 × 1 പ്ലസ് 16 × 12 ഇതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/4 മൈനസ് 1 × 12 എത്രയാണ്? 12 പ്ലസ് 16 × 1 16 itself. 16 × 12 16 × 12 എന്ന് പറയുമ്പോൾ വലിയെന്തോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ കാൽക്കുലേഷൻ വരുന്ന സമയത്തൊക്കെ ഈസി ആയിട്ടല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ 16 × 12 എങ്ങനെ ചെയ്യാം? അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? 16 ഇടുന്നു, 12 ഇടുന്നു, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 16 × 10 എത്ര? 160 ആണ്. അത് എല്ലാവർക്കും അറിയാം അല്ലേ? 160 അല്ലേ 16 × 10 അല്ലേ? 16 × 2 എത്ര? 16 16 32. അതും എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഇടുന്ന അപ്പോൾ 192 ECT അല്ലെ? 192 എങ്ങനെ കിട്ടിയത്? 16 × 10 160 ആണ്. 16 × 2 എത്രയാണ്? 16 16 32 അല്ലേ? 32 160 92 EC. അപ്പൊ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് എപ്പോഴും സിമ്പിൾ ആയിട്ട് മാത്രം ചെയ്ത് നോക്കുക. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യരുത്, സിമ്പിൾ ആയിട്ട് മാത്രം പോവുക. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സിമ്പിൾ ടെക്നിക്സിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്നാൽ മൊത്തത്തിൽ പോകണം. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ 1/4 മൈനസ് 16 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി 12 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 28/192. 28/192 ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഡിവിസിബിലിറ്റി റൂൾ അല്ലേ? ഞാൻ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിവിസിബിലിറ്റി റൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിവിസിബിലിറ്റി റൂളിൽ നമുക്ക് 28/192 വരുമ്പോൾ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇല്ലേ? 4 കൊണ്ട് നോക്കി. 28 എത്ര 4 ഉണ്ട്? 24 കഴിഞ്ഞാൽ 28 പിന്നെ 7 4 അല്ലേ ഉള്ളത്? ഈസി. 192 എത്ര 4 ഉണ്ട്? 192 എത്ര 4 ഉണ്ട് പറയാൻ 200 4 ഉണ്ട് അല്ലേ? 200 4 ഉണ്ട്. 50 4 ആണ് 200 ഉണ്ടാവുക. 50 × 4 ആണ് എന്ത്? 200. അതിൽ നിന്ന് 2 4 കുറച്ചാൽ മതി 48 അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലായും? 1/4 മൈനസ് 7/48 കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസറിലേക്ക് നമ്മൾ എത്തും അല്ലേ? എത്തിപ്പെടും. അപ്പൊ ഇത് നമ്മൾ ചെയ്യാം, ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. 1 × 4 48, സോറി 1 × 48 48, 4 × 7 21, സോറി 4 × 29 അല്ല 28 ബൈ 4 × 48. ഈ 4 × 48 ഞാൻ ചെയ്യുന്നില്ല, എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ഈസി ആയിട്ട് 48 - 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മാറ്റിയിരുന്നു 20/4 × 48. ഞാൻ ചെയ്തത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് മനസ്സിലായെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് മുന്നോട്ടൊന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന സ്ലോ ആക്കി ഇട്ടാൽ മതി. എൻ്റെ വേർഡ്സ് കുറച്ച് സ്പീഡാണ് എന്ന് എനിക്കറിയാം, അത് അങ്ങനെ തന്നെയാണ് ആക്ച്വലി, അതുകൊണ്ടാണ് അങ്ങനെ. എനിവേ, നോ ഇഷ്യൂസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നോക്കുക. അപ്പോൾ 20/4 × 48 വരും. അപ്പോൾ 4നെയും 20 നമുക്ക് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. എത്ര കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? എത്ര 20ൽ എത്ര 4 ഉണ്ട്? 5 അല്ലേ? 4 എത്ര 4 ഉണ്ട്? 1. അപ്പം നമുക്ക് എന്ത് ചെയ്യാനും 5/48 എന്ന് കിട്ടും. കിട്ടുമോ? കിട്ടും. 5/48 ആണ് എന്തിന്റെ എഫിഷ്യൻസി? സിയുടെ എഫിഷ്യൻസി. അപ്പൊ എത്ര ദിവസം വേണ്ടി വരും? നമ്മൾ നേരെ തിരിച്ചിടുക അല്ലേ? 1/16 ആണ് എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണ്ടി വരുന്ന പറഞ്ഞാൽ നമ്മൾ 1/16 തിരിച്ചിടുക. 16 ഡേയ്സ് വേണ്ടി വരും. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1/12 ആണ്. എത്ര ദിവസം വേണ്ടി വരും? തിരിച്ചിടുന്നു. 12 ദിവസം വേണ്ടി വരും. എൻ്റെയും ബിന്റെയും സിയുടെയും ഒരുമിച്ച് അവർക്ക് എത്ര ദിവസം വേണ്ടി വരും പണിയെടുക്കാൻ? 4 ദിവസം വേണ്ടി വരും. അപ്പൊ എഫിഷ്യൻസി എത്ര? 1/4. അങ്ങനെ നമ്മൾ ഇട്ടത്. അപ്പൊ ഇവിടെ 5/48 ആണ് ഇവരുടെ എഫിഷ്യൻസി, സിയുടെ എഫിഷ്യൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
ഇനി ഇത് തിരിച്ചിട്ടാൽ എത്ര ദിവസം വേണ്ടിയിരുന്നു മനസ്സിലാവും അല്ലെ? തിരിച്ചിട്ടാൽ എന്താ കിട്ടുക? 48/5 എന്ന് കിട്ടും. 48/5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 48/5 ഒന്ന് ചെയ്ത് നോക്കി. 48/5 ചെയ്ത് എത്ര കിട്ടും? അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 48 എത്ര 5 ഉണ്ട്? 45 9 5 ഉണ്ട്. ബാലൻസ് എത്ര വരും? 3 വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 3/5 എന്ന് എഴുതാൻ പറ്റും. ഇതല്ലേ ആൻസർ? ഇതല്ലേ ഇവിടെ സി കൊടുത്തിട്ടുള്ളത്? സി ആണ് ആൻസർ. ഇത്രയും സംഭവം മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊരു പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ഇവിടെ 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലേ? പക്ഷെ എന്നാലും കുറച്ചുകൂടെ സംഭവം അറിയുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ റിസ്ക് ഒന്നും ഇല്ല. സംഭവം മനസ്സിലായല്ലോ? ഇനി അതിന്റെ മറ്റൊരു മെത്തേഡ് കൂടെ പറഞ്ഞത്. മറ്റൊരു മെത്തേഡ് ഈസി ആയിട്ടുള്ള ആൾക്കാർക്ക് ആ മെത്തേഡ് ഉപയോഗിക്കാം. ഈ മെത്തേഡ് ഈസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണ് സുഖം അത് നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ എക്സാം ആണ്, നിങ്ങളുടെ മാത്രം എക്സാം ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒന്ന്, എക്ക് 16 ദിവസം തന്നിട്ടുണ്ട്. ബിക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് 12 ദിവസം തന്നിട്ടുണ്ട്. 3 പേരും കൂടെ ഉപയോഗിച്ചാൽ 4 ദിവസം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. സിക്ക് എത്ര ദിവസം നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾ ഇതിന്റെ നേരെ LCM വേണം. LCM വേണം എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും LCM എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആനമുട്ടയാണ്. അതിങ്ങനെ വരച്ച് കാണണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. സോറി, അതിനൊന്നും റിസ്ക് ഇല്ല. LCM പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇവരെ എല്ലാവരെയും മൾട്ടിപ്പിളിൽ ഒരുപോലെ വരുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ് ചോദ്യമുള്ളൂ അല്ലേ? അതറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹയർ ആയിട്ടുള്ളത് ആരാണോ അയാളുടെ മൾട്ടിപ്പിളിൽ മറ്റുള്ളവർ ഉണ്ടാവുന്നുണ്ടോ നോക്കിയാൽ മതി. വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 16ന്റെ അടുത്തുള്ള ആരാ? 16 16 16 × 2 എത്ര? 32. 16 16 32 അല്ലേ? 32ലേക്ക് ഒരു 32. 32ൽ 12 പോവില്ലല്ലോ. കാരണം 12 12 24 24 12 പിന്നെ 36 അല്ലേ? 32ൽ ടച്ച് ചെയ്യുന്നില്ല അല്ലേ? 4 ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ 12 ടച്ച് ചെയ്യുന്നില്ല. എല്ലാവരും ടച്ച് ചെയ്യണ്ടേ? എന്നാലല്ലേ LCM ആവുള്ളൂ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആവണ്ടേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ 16ന്റെ അടുത്തത് നോക്കുക. 16 കഴിഞ്ഞ് 32, 32 കഴിഞ്ഞ് എത്ര? 16 32 16 വെക്കുകയാണെങ്കിൽ 48 അല്ലെ? 48ൽ 12 പോവല്ലോ. 12 × 4 48 അല്ലേ? ആണ്. 4 × 12 എത്ര തന്നെയാണ്? 48 തന്നെയാണ്. അപ്പൊ ഇതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 48 ആയിരിക്കും. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ജസ്റ്റ് 16 12 4 ഇട്ട് കഴിഞ്ഞാൽ 48 LCM എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഓക്കെ, നിങ്ങളത് നോക്കി മനസ്സിലാക്കി എടുക്കാം. അങ്ങനെ 48 ആണ് LCM കിട്ടിയാൽ പിന്നെ ഇതിന്റെ ഓരോരുത്തർ എഫിഷ്യൻസി നമുക്ക് നോക്കിക്കൂടെ? 48/16 എത്രയാണ്? 3. 48/12 എത്രയാണ്? 4. 48/4 എത്രയാണ്? 12. ഇത്രയും കിട്ടിയല്ലോ. ഈ 4 ആരതാണ്? എയുടെയും ബിയുടെയും സിയുടെയും കൂട്ടിച്ചേർന്നതാണ് 4. ഇത് ബിയുടെ മാത്രമാണ്, ഇത് എയുടെ മാത്രമാണ്. അപ്പൊ സിയുടെ മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഈ 12 ഇത് രണ്ടും കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 12 - 4 + 3 /48 കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ /48 ഉണ്ട്. കാരണം നമ്മൾ എഫിഷ്യൻസിയിൽ എടുക്കുന്നത് /48 ഉണ്ടാവും. നമ്മളോട് /48 കൊടുക്കണം. ഇപ്പൊ എന്തായി? 4 + A എത്ര? സോറി, 4 + 3 എത്രയാണ്? 7. 12 - 7 12 - 7 /48. 12 - 7 എത്ര? 5. 5/48. ഇന്നലെ നമുക്ക് നേരത്തെ കിട്ടിയത് 5/48 അല്ലേ? 5/48 ആണ് എഫിഷ്യൻസി പറഞ്ഞാൽ പിന്നെ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 48/5. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞ ആൻസറിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 48/5 എത്ര? 45ൽ 5 എത്ര തവണ ഉണ്ടാവും? 3 തവണ ഉണ്ടാവും. സോറി, 9 തവണ ഉണ്ടാവും. ബാക്കി 3/5. അപ്പോ 9 3/5. ഇതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇതാണോ സുഖം, മറ്റേതാണോ സുഖം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ടുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യുക. ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഇനിയും ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷെ എല്ലാം കൂടെ നിങ്ങൾ മാത്സ് സ്റ്റുഡൻസ് ആവില്ല. മഹാഭൂരിപക്ഷം ആളുകൾ മാത്സിനെ കുറിച്ച് മാത്സിന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളായിരിക്കും. അത് പറയാൻ കാരണം സോഷ്യൽ സയൻസ് ഫീൽഡിൽ നെറ്റ് എക്സാം എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്സ് 10ാം ക്ലാസ്സിൽ നിർത്തിയതായിരിക്കും. ഒരു പക്ഷെ 10ാം ക്ലാസ്സിൽ തന്നെ കഷ്ടപ്പാടിന് ജയിച്ചു കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഈ വക പരിപാടികളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്പേഴ്സ് കാണുന്നതേ വെറുപ്പായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് തന്നെയായിരിക്കും. ഉറപ്പാണ്. പേപ്പർ 2ൽ 100 മാർക്ക് ഉണ്ടെങ്കിലും പേപ്പർ 1ൽ അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും. ഓക്കെ, 100 ആൻസേഴ്സ് എന്നാൽ 200 മാർക്ക്. കാരണം ഇപ്പൊ JRFന്റെ കട്ട് ഓഫ് പല സബ്ജക്റ്റുകളും പോകുന്നത് 220 225 230 അടുത്ത് വരെ കട്ട് ഓഫ് എത്തുന്ന സബ്ജക്റ്റുകളുണ്ട്. സോ ദാറ്റ്സ് വെരി ട്രിക്കി. അപ്പൊ അതുകൊണ്ട് മാത്സ് നിങ്ങൾക്ക് എത്തിപ്പിടിക്കണം. പിന്നെ 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൽ പേപ്പർ 2ൽ അല്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് എ ഹൈ റിസ്കി തിങ് റിയാലിറ്റിയിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പേപ്പർ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാത്സ് നിങ്ങൾ പഠിച്ചാൽ മാത്സും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ടൈം ആൻഡ് വർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ എഫിഷ്യൻസി വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ബേസിക്കലി എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് ഈ എക്സാമിനേഷൻ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, ഒരു കാരണവശാലും ഗിവ് അപ്പ് ചെയ്യരുത്. സംഭവം ശരിയാണ്, എക്സാമിനേഷൻ അടുത്തിട്ടുണ്ട്, എല്ലാവരും ശരിയായിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ഇനിയുള്ള സമയം ഏറ്റവും മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ മാക്സിമം സമയം ഉപയോഗപ്പെടുത്തുക. റിവൈസ് ചെയ്യാൻ സമയം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലുള്ള പ്രശ്നം, നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ വിരലി അടിക്കും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പക്ഷെ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു പക്ഷെ എനിക്ക് ഉത്തരം അറിയില്ല. അങ്ങനെ ഗതികളിലേക്ക് നിങ്ങൾ എത്തരുത്. അതിന് പകരം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പഠിച്ചെടുക്കുക, ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തവണ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണം. സോ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ഓഫ് യു. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അക്കാഡമിക് വിങ്ങിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ഓൾ.